ശബരിമല യുവതീ പ്രവേശനത്തിൽ വാദങ്ങൾ എഴുതി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സുപ്രീംകോടതി അനുവദിച്ച സമയം ഇന്ന് അവസാനിക്കുകയാണ്. ശബരിമല ആചാരം സംരക്ഷിക്കണമെന്നും യുവതീ പ്രവേശനത്തെ എതിർക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് അറിയിക്കും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ് അഗെയിൻ. ദേവസ്വം ബോർഡ് ഇതിനോടൊക്കെ നിലപാട് അറിയിച്ചിട്ടില്ലല്ലോ അല്ലേ ബൽറാം? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ശബരിമല ദേവസ്വം ബോർഡിന് ഇതുവരെയും വാദങ്ങൾ എഴുതി നൽകിയിട്ടില്ല. ഇന്നാണ് ആ സമയപരിധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഈ വാദങ്ങൾ ശബരിമല ദേവസ്വം ബോർഡ് എഴുതി സമർപ്പിക്കും. യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്നുള്ള നിലപാടായിരിക്കും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ വിശാല ബെഞ്ചിന് മുന്നിൽ എഴുതി സമർപ്പിക്കുന്ന വാദം എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസം തന്ത്രി രാജീവര് കണ്ഠരും വാദം എഴുതി സമർപ്പിച്ചിരുന്നു. അത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്നും യുവതീ പ്രവേശനം തുടരണം എന്നാണ് ദേവപ്രശ്നത്തിൽ വ്യക്തമാക്കുന്നത് എന്നുമാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് മാറ്റിക്കൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു വിശാല ബെഞ്ചിന് മുന്നിൽ എഴുതി നൽകിയ വാദത്തിൽ സ്വീകരിച്ചിരുന്നത്. ഹിന്ദു മത പണ്ഡിതരും ഒപ്പം തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനമെടുക്കേണ്ടത് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാട് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയമായും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും ഏപ്രിൽ 7-നാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കുന്നത്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി ബൽറാം. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.